എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ഫോമോ അനുഭവിച്ചൊരു കാര്യമായിരുന്നു. എൻ്റെ വീട്ടിൽ കേബിൾ ടി വി ഇല്ലായിരുന്നത്. ഞാൻ ഏതാണ്ട് 10ാം ക്ലാസ് വരെ ഒരു കംപ്ലീറ്റ് ദൂരദർശൻ പ്രോഡക്റ്റ് ആയിരുന്നു. അന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ക്ലാസ്സിൽ വന്നിട്ട് അവർ ഇന്ന പ്രോഗ്രാം കണ്ടു, അല്ലെങ്കിൽ ഇന്ന മൂവി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത് കാണാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിലൊരുപാട് ഉപകാരങ്ങളുണ്ടായിരുന്നു. ഒന്നെനിക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അന്നൊക്കെ ദൂരദർശനിൽ വന്നിരുന്ന ചർച്ചകളിലൊക്കെ ആ സബ്ജക്റ്റിനെ കുറിച്ച് എക്സ്പെർട്ടീസ് ഉള്ളവരും വളരെ സിവിലൈസ്ഡ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ മാത്രമേ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നുള്ളൂ. ഉദാഹരണത്തിന് ബഡ്ജറ്റൊക്കെ വരുമ്പോൾ തോമസ് ഐസക്കോ അല്ലെങ്കിൽ കെ എം മാണിയോ അല്ലെങ്കിൽ സി പി ജോണോ അല്ലെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ മുമ്പത്തെ CEO ആയിരുന്ന വിജയരാഘവനോ, എനിക്ക് മൂപ്പരുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു വിജയരാഘവൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളവരായിരുന്നു ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. ഇതൊന്നും അല്ലാതെ അന്ന് ഞങ്ങൾ ഏറ്റവും വെറുത്തിരുന്ന മറ്റൊരു കാര്യം ഈ ഷെഡ്യൂൾഡായ പ്രോഗ്രാമുകൾ, അതായത് സിനിമയോ ക്രിക്കറ്റോ ഒക്കെ തുടങ്ങാൻ വൈകുമ്പോൾ അതിന് ഫില്ലേഴ്സ് ആയിട്ട് ഇടുന്നത് ചില ടെലിഫിലിമുകളായിരുന്നു. പലപ്പോഴും ഇതൊക്കെ ബഷീറിൻ്റെയോ ഉറൂബിൻ്റെയോ മലയാറ്റൂരിൻ്റെയോ NP മോഹമ്മദിൻ്റെ ഒക്കെ കഥകളായിരുന്നു. ഇത് ഡയറക്റ്റ് ചെയ്തിരുന്നത് ശ്യാം പ്രസാദോ TV ചന്ദ്രനോ, അങ്ങനെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്. അതൊക്കെ വളരെ ഹൈ ക്വാളിറ്റി കോണ്ടന്റുകളായിരുന്നു. അതിൽ എനിക്ക് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാനുള്ള 2 ടെലിഫിലിമുകളാണ്. ഒന്ന് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന കഥയും മറ്റൊന്ന് ശ്യാമപ്രസാദ് ഡയറക്റ്റ് ചെയ്ത NP മുഹമ്മദിൻ്റെ ഉള്ളൊരുക്കം എന്നൊരു ടെലിഫിലിമും. ഇത് രണ്ടും ദൂരദർശനിലെ ആർക്കൈവ്സിൽ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ